ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക രാഷ്ട്രീയവും രാഷ്ട്രസങ്കല്പവും എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയ സിദ്ധാന്തം ഖുർആൻ, സുന്നത്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ആ ചിന്തകളൊക്കെയും ഉരുത്തിരിഞ്ഞ് വരാറുള്ളത്. ഖുർആൻ എന്നത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്സ്ട്രാക്റ്റായ, കോംപ്രഹെൻസീവായ ഒരു സോഴ്സാണ്. അതുപോലെ സുന്നത്ത് എന്നത് ഈ അബ്സ്ട്രാക്റ്റായ, കോംപ്രഹെൻസീവായ തിയറികളിൽ നിന്ന് റെഗുലേഷൻസും അതുപോലെ തന്നെ നുവാൻസ് റീഡിങ്ങും നടത്തുന്ന, നിയമങ്ങളുടെ ഒരു തിബിയാൻ, ഒരു എക്സ്പ്ലനേഷനായി വരുന്ന, നിയമങ്ങളെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ പറ്റുന്ന നിയമ രൂപീകരണം നടത്തുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, ഖുർആൻ്റെ എക്സ്പ്ലനേഷനാണ് സുന്നത്ത്. സ്വാഭാവികമായും ഇസ്ലാമിക ചിന്തയുടെ എല്ലാ തരം ബ്രാഞ്ചുകളെയും സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തുമാണ് പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകൾ, അടിസ്ഥാന സോഴ്സുകൾ. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. ഖുർആൻ എങ്ങനെയാണ് പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ഭാഗമായി തീരുന്നത്? കാരണം അള്ളാഹു എന്നത് അവൻ ഖാലിഖാണ്, സൃഷ്ടാവിനാണ്. സൃഷ്ടിക്കാവശ്യമായ എല്ലാത്തരം നിയമങ്ങളെയും എല്ലാത്തരം സെക്യൂരിറ്റിയും നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി. സൃഷ്ടാവിനാണ് ഹാക്കിം ആവുവാൻ കഴിയുക. സൃഷ്ടാവാണ് ഇലാഹ്, ആരാധ്യൻ. അതുപോലെ സൃഷ്ടാവാണ് റബ്ബ്, ഈ സൃഷ്ടിച്ചതിൻ്റെ മുഴുവൻ പരിപാലകനും മാനേജറും അതുപോലെ തന്നെ നിയന്താവും എല്ലാ തരത്തിലുമുള്ള കൺട്രോൾ ചെയ്യുന്നത് ഈ സൃഷ്ടാവാണ്, അതായത് റബ്ബ് എന്നുള്ള പദമാണ്. അതുപോലെ തന്നെ മലിക്കാണ്, മാലിക്കും മലിക്കും കൂടിയാണ് അള്ളാഹു, സൃഷ്ടാവ്. സ്വാഭാവികമായും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്. അവിടെ ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ മലിക്ക്, ജനങ്ങളുടെ ഇലാഹ് എന്നീ മൂന്ന് ആശയങ്ങളും ചേർന്ന് നിൽക്കുന്ന, അധികാരവും ഉടമത്വവും ആരാധനയും ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയാണ് അള്ളാഹു. സ്വാഭാവികമായും ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണോ സൃഷ്ടാവ്, അല്ലെങ്കിൽ ആരാണോ ആരാധ്യൻ, ആരാണോ മനുഷ്യന്മാരുടെ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും ഉടമ, റബ്ബുൽ ആലമീൻ, എന്നാൽ അവനാണ് നിയമനിർമ്മാണ നടത്തുന്നവൻ, അവനാണ്, അല്ലെങ്കിൽ ആ ശക്തിക്കാണ് അധികാരം എന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയം. ഇസ്ലാമിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രൂപപ്പെടുന്നത് തൗഹീദ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ്. തൗഹീദ് പറയുന്നത് മുഴുവൻ ഒരേ ഒരു ഖാലിഖാണ്, ഒരേ ഒരു ഇലാഹാണ്, ഒരേ ഒരു റബ്ബാണ്, ഒരേ ഒരു മാലിക്കും മലിക്കുമാണ്. അതുപോലെ തന്നെ ഒരേ ഒരു ഹാക്കിമും കൂടെയാണ്. ഹുക്മ് അള്ളാഹുൽ നിന്നാണ്. അമ്ർ, വിധി കൽപ്പനകൾ മുഴുവനും അള്ളാഹുവിൽ നിന്നാണ്. ഖുർആനിൻ്റെ വിവിധ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഖുർആൻ എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാന സ്തംഭമായി വർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്ത് ഈ വിശദീകരണങ്ങളുടെ, ഖുർആൻ പറഞ്ഞ അബ്സ്ട്രാക്റ്റായ, കോംപ്രഹെൻസീവായ ഈ ആശയങ്ങളുടെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൂടി ലോകത്തിന് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹാക്കിമിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ റിസാലത്ത് വരുന്നു, റസൂലായി വരുന്നു, റസൂലിൻ്റെ സുന്നത്തുകളായി മാറുന്നു. ആ സുന്നത്തിൽ കൂടെ ആ ഹുക്കുമിൻ്റെ റെഗുലേഷൻസും അതിൻ്റെ നുവാൻസ് വായനകളും എക്സ്പ്ലനേഷനുകളും പ്രാക്ടിക്കൽ രൂപങ്ങളുമെല്ലാം പ്രോഫറ്റ് മുഹമ്മദ് അടിസ്ഥാന സംഭവമായി നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിൻ്റെ രണ്ടാം ഭാഗമായി, രണ്ടാമത്തെ അടിസ്ഥാന സ്തംഭമായി സുന്നത്തും മാറുന്നത്. എന്തുകൊണ്ടാണ് സുന്നത്ത് മാറുന്നത്? കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നുള്ള വിശേഷം
ഹുദല്ലിന്നാസ് എന്നുള്ള വിശേഷം, ഫുർഖാൻ എന്നുള്ള വിശേഷം, ഖുർആനിനെ ഹുദയായും അതുപോലെ തന്നെ ഫുർഖാനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉസ്വത്തുൻ ഹസനയായും അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ തരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷണം മാത്രമല്ല, പ്രോഫറ്റ് മുഹമ്മദിൽ നിന്ന് വരുന്ന നിയമങ്ങളുടെയും തിയറികളുടെയും ചിന്തകളുടെയും തന്നെ അത്യുന്നത ഭാവവും കൂടിയാണ് ആ വിശേഷണങ്ങൾ കൂടി നമ്മെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു അടിസ്ഥാന സ്തംഭങ്ങളിൽ നിന്നാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ ബാക്കിയുള്ള അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവേണ്ടി വരുന്നത്. രണ്ട് രീതിയിലാണ് പൊതുവേ നമുക്ക് ഒരു പൊളിറ്റിക്കൽ തിയറിയെ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചർച്ചകളെ, പൊളിറ്റിക്കൽ തോട്ടിനെ രണ്ടായി വിഭജിക്കാം. ഒന്ന് പൊളിറ്റിക്കൽ തിയറിയായും മറ്റൊന്ന് ലീഗൽ തിയറിയായും. സ്വാഭാവികമായും ഈ പൊളിറ്റിക്കൽ തിയറിയും ലീഗൽ തിയറിയും എല്ലാ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർ കണക്റ്റഡായ ഒരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ ബേസിക് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് റഹ്മ എന്നുള്ളതാണ്, കാരുണ്യം എന്നുള്ളതാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹു അവൻ കരുണാനിധിയാണ് എന്നുള്ള റഹ്മാൻ റഹീം എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയാണ് ഖുർആൻ തുടങ്ങുന്നത് തന്നെ. ഖുർആൻ്റെ ഈ രീതികളും തുടക്കം തന്നെ ആ ആയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേ റഹ്മത്താണ് അള്ളാഹു പ്രോഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പൊതുജനങ്ങൾക്കുള്ള, ലോക മനുഷ്യരാശിക്കുള്ള ഒരു റഹ്മത്ത് എന്ന നിലയിലാണ്. ആ തിയറിയുടെ തന്നെ ആവിർഭാവം പോലും ആ രീതിയിലാണ് ഖുർആൻ ഈ പൊളിറ്റിക്കൽ തോട്ടിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മറ്റൊന്ന് അതിലാണ്, നീതിയാണ്. പല ഭാഗങ്ങളിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട, ഈ അപരനുമായി ബന്ധപ്പെട്ട, ഇതരരുമായി ബന്ധപ്പെട്ട, ലോകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം നീതി എന്നത് അടിസ്ഥാന സ്തംഭമായി എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യുസുറും സഹൂലത്തും, എളുപ്പമുള്ള, ഋജുവായ, നൈർമല്യമുള്ള, നിർമ്മലമായ, സിമ്പിളായ രീതികളെയാണ് ഇസ്ലാമിക രാഷ്ട്രീയ സിദ്ധാന്തത്തിലൂടെ അതിൻ്റെ ഒരു ഫീച്ചറായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന് പറയുമ്പോൾ ഏതൊരു തിയറി ആണെങ്കിലും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശമാണെങ്കിൽ പോലും അത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ വളരെ ലളിതമായി തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നതുപോലെ തന്നെ തഖ്വയും ഈമാനും ഇഹ്സാനും, ഈ മൂന്ന് പ്രധാനപ്പെട്ട വിശ്വാസ കർമ്മ കാര്യങ്ങളുടെ ഈ മൂന്ന് ഫീച്ചറുകളും ഒന്നിച്ച് ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിലും ഒന്നിച്ച് വർക്ക് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഭയഭക്തി സൂക്ഷ്മതയില്ലാതെ, അള്ളാഹുവിനോടും പ്രോഫറ്റ് മുഹമ്മദിനുമുള്ള വിശ്വാസമില്ലാതെ, ഒരു കർത്തവ്യം ചെയ്ത് വീട്ടുന്നതിലുള്ള പരിപൂർണത, പെർഫെക്ഷൻ ഇല്ലാതെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹുർമത്താണ്. ഒരാളുടെ ഹുർമത്ത്, അയാളുടെ ശ്രേഷ്ഠത, അയാളുടെ ഒരു പവിത്രത, അയാളുടെ ശരീരമാവട്ടെ, മാനസികമാവട്ടെ, അയാളുടെ ചുറ്റുപാടാവട്ടെ, അത് അയാളുടെ മനോനിലയാവട്ടെ, അഭിമാനമാവട്ടെ, ഇറലാവട്ടെ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഈ മൂല്യങ്ങളെയും കൂടി പരിഗണിക്കുന്നതാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാന ഫീച്ചറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമതാണ് മെയിനായിട്ട് നമുക്ക് പറയുന്നത് പൊളിറ്റിക്കൽ തിയറിക്ക് ശേഷം ലീഗൽ തിയറി എന്നുള്ളത്. സാധാരണ ഈ വിഷയം ഉസൂലുൽ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഒരു ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പറയുന്ന, ഉസൂലുകൾ പറയുന്ന ഭാഗത്താണ് എന്തൊക്കെയാണ് ലീഗൽ തിയറിയുടെ അടിസ്ഥാന സംഭവങ്ങളായി വരേണ്ടത്, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഉണ്ടാവേണ്ടത്, നിബന്ധനകളാണ് അതിൽ വർത്തിക്കപ്പെടേണ്ടതെന്ന് നമുക്ക് ഉസൂൽ ഫിഖ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. അതിൽ പ്രധാനമായും നമുക്ക് കാണുന്നത് ചില അടിസ്ഥാന സംഭവങ്ങളുടെ അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അത് നഫ്സ്, ശരീരമാവട്ടെ, അതുപോലെ തന്നെ അഖൽ, ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, നഫ്സിൽ അവൻ്റെ കുടുംബവും അവൻ്റെ മഹിമയുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഗൈറത്ത്, അഭിമാനവുമായി ബന്ധപ്പെട്ടതും, അതുപോലെ തന്നെ മാൽ, ധനവുമായി ബന്ധപ്പെട്ടതും, വെൽത്തുമായി ബന്ധപ്പെട്ടതും, അതിൻ്റെ കൂടെ നീതി, അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കാര്യങ്ങളുടെ 6 കാര്യങ്ങളുടെ
സംരക്ഷണവും സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്ന രീതിയിലാവണം നിയമനിർദ്ധാരണം പോലും ഉണ്ടാവേണ്ടത് എന്നാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ലീഗൽ തിയറി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിശദീകരണങ്ങളുടെ ഈ നെഫ്സ് അതുപോലെ ദീൻ പ്രധാനമായ ഭാഗം, ഒരാളുടെ മതവും അത് ഏത് മതമാവട്ടെ ആ മതത്തിൻ്റെ സംരക്ഷണം, അയാളുടെ ഒരു ആശയത്തിൻ്റെയും കൂടെ ആ മതത്തിൻ്റെ സംരക്ഷണവും കൂടി, അങ്ങനെ 7 ഭാഗങ്ങളായി നമുക്ക് ഈ വിഷയത്തിൽ എണ്ണുവാൻ കഴിയും. അതുപോലെ നെഫ്സ്, ദീന്, അക്കല്, നെസ്ല്, മാല്, ഇറദ്, അതിൽ എന്നീ പറയുന്ന വിവിധ ലീഗൽ തിയറിയുടെ അടിസ്ഥാന സംഭവങ്ങളുടെ സംരക്ഷണത്തിലൂടെയാണ് വളരെ സുന്ദരവും ലളിതവുമായ അതുപോലെ തന്നെ എല്ലാവർക്കും പ്രാപ്യവുമായ ഒരു ലീഗാലിറ്റി ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നു. സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ അതുപോലെ തന്നെ അവൻ്റെ ആശയങ്ങളുടെ, അവൻ്റെ അഭിമാനത്തിൻ്റെ, അവൻ സമ്പാദിച്ചു വെച്ച ധനങ്ങളുടെ, വെൽത്തിൻ്റെയും ഈ വിശദീകരണങ്ങളുടെ മുഴുവൻ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലൂടെ വളരെ ലളിതവും അതുപോലെ തന്നെ എല്ലാവർക്കും പ്രാപ്യവുമായ ഒരു ജീവിത സാഹചര്യം ഇസ്ലാമിന് ഒരുക്കി കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ശരിയാത്തിൻ്റെ, അതായത് ലീഗൽ തിയറിയുടെ അടിസ്ഥാന സംഭവങ്ങളായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഭരണാധികാരി എങ്ങനെ ആവണമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ഭരണാധികാരി, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഭരണാധികാരിയെ ഖലീഫ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഖുർആൻ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഖലീഫയായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ്, ഖിലാഫത്തിൽ നിന്നാണ്, ഖുർആനിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഖിലാഫത്ത് എന്നുള്ള പദപ്രയോഗം രൂപപ്പെടുന്നത്. അതല്ലാതെ വേറെയും ചില ഭാഗങ്ങളിൽ ഇസ്തഖ്ലഫ എന്നുള്ള രീതിയിൽ ഖുർആൻ ഉപയോഗിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹദീസിൽ ഇമാമത്തിനെ കുറിച്ചും നേതാവിനെ കുറിച്ചുമുള്ള അൽ ഇമാമുൽ ആദിൽ എന്ന രീതിയിൽ ഹദീസുകളിലും വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹാക്കിം എന്നുള്ള പദവും ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഹാക്കിം, അതുപോലെ ഇമാം അല്ലെങ്കിൽ ഖലീഫ, ഈ പദപ്രയോഗങ്ങളെല്ലാം ഇസ്ലാമിക ദേശത്തെ ഭരണകർത്താവിനെ ഉപയോഗിക്കുന്ന വിവിധ പദപ്രയോഗങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഈ ക്രൈറ്റീരിയ, ഒരു ഖലീഫ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റെപ്രസെൻറ്റേഷൻ. സാധാരണ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ 2 രീതിയിലാണ്, പ്രധാനമായും 3 രീതിയിലാണ് ഖലീഫ അല്ലെങ്കിൽ ഖിലാഫത്ത് എന്നുള്ള പദം ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന, എല്ലാ മനുഷ്യനും എന്ന് പറയുന്ന ഒരാശയം അവിടെ വർക്ക് ചെയ്യപ്പെടാറുണ്ട്. രണ്ടാമത്, പൊളിറ്റിക്കൽ മീനിങ്ങിലുള്ള, രാഷ്ട്രീയ മാനങ്ങളുള്ള അള്ളാഹുവിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതായത് ഖലീഫത്ത് റസൂലില്ല എന്ന് പറയുന്ന ആ ആശയം രണ്ടാമതും ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്, സൂഫി ചർച്ചകളിലാണ് ഒരു ഷെയ്ഖിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ അടുത്ത അനുയായി എന്നുള്ള പദം ഉപയോഗിക്കുന്ന ഖലീഫ എന്ന രീതിയിലും ഇസ്ലാമിക് സ്റ്റഡീസിൽ 3 രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമ്മൾ പറയുന്ന ഭാഗം ഇസ്ലാമിക് പൊളിറ്റിക്കൽ, ഈ 3 പദങ്ങളും ആക്ച്വലി സൂഫി ഡയമെൻഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഖലീഫത്ത് റസൂലില്ല ആണെങ്കിലും ഖലീഫത്തുള്ള ആണെങ്കിലും ഇതും പല ചരിത്ര സന്ദർഭങ്ങളിൽ ഒരുപോലെ വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇബ്നു അറബീനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അവർ ഖലീഫത്തുള്ള എന്നതിന് കൂടുതൽ ആക്കം കൊടുത്തതായും ഖലീഫത്ത് റസൂലില്ല എന്ന് പറയുന്ന ആ ഇസ്ലാമിക രാഷ്ട്രീയ സംജ്ഞയോട് ചേർത്ത് വെക്കുന്നതായും കാണുവാൻ കഴിയും. കാരണം തുർക്കി രാജവംശങ്ങളുടെ അധികാര ഉന്നമനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുർക്കികൾ, ഒരു ഖലീഫ എന്നുള്ളത് അയിമ്മത്തും മിൻ ഖുറൈഷ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറൈശികളാവണം ഖലീഫ എന്ന് പറയുന്ന ഒരു ചർച്ച സാധാരണ ഫിഖ്ഹിൽ ശക്തമായിരുന്ന പശ്ചാത്തലത്തിലാണല്ലോ തുർക്കികളുടെ ഒരു അധികാര ആരോഹണം സംഭവിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇബ്നു അറബീനെ പോലുള്ള ചിന്തകന്മാർ മുന്നോട്ട് വെച്ച ചിന്ത ഖലീഫത്തുർ റസൂലില്ല എന്നതായിരിക്കും അയിമ്മത്ത് മിൻ ഖുറൈഷ് എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന പദം. പക്ഷേ ഖലീഫത്തുള്ള എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഇബ്നു അറബി ഖലീഫത്ത് റസൂലില്ല എന്നതിനേക്കാളും ഖലീഫത്തുള്ള എന്നതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ഈ ഖലീഫത്തുള്ള എന്ന പദപ്രയോഗവും അതിൻ്റെ ചിന്തയും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നീട് തുർക്കിക് രാജവംശങ്ങളിൽ രൂപപ്പെട്ട ഖിലാഫത്തിന് അടിസ്ഥാന പ്രമാണമായി മാറിയതും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടത് കാണുവാൻ കഴിയും. എന്നാൽ തന്നെയും എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് ആവേണ്ടത് എന്നുള്ള
ഈ ഒരുപാട് നിബന്ധനകൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും സിയാസ ഷറയ്യ പോലുള്ള രചനകളിലും നമുക്ക് കാണുവാൻ കഴിയും. അതിൽ മുഅ്മിനാവുക, അടിസ്ഥാനമായി ഒരു വിശ്വാസിയാവുക, പരിപൂർണനായ മുഅ്മിനായ മുഹ്സിനായ ഒരു വിശ്വാസിയായി മാറുക. ആ ഒരു സ്ഥാനത്തുള്ള ഒരാൾക്കാണ് മുസ്ലിങ്ങളുടെ അധികാരിയായി, ഭരണകർത്താവായി അള്ളാഹുവിൻ്റെ വചനങ്ങളും കൽപ്പനകളും നടപ്പിലാക്കാൻ പറ്റുന്ന സേവകനായി മാറാൻ പറ്റുകയുള്ളൂ എന്ന് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഹദീസുകൾ കാണുന്ന അൽ ഇമാമുൽ ആദിൽ. ഇമാമത്ത്, ഖിലാഫത്ത് എന്നുള്ള പദപ്രയോഗം സാധാരണ ഫിഖ്ഹിൽ കൂടുതൽ ഇമാമത്ത് എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ച് കാണുന്നത്. ഖലീഫ എന്നതിനേക്കാളും ഇമാമത്ത് എന്നുള്ള പദപ്രയോഗം കാണാം. എന്നാൽ ചരിത്രപരമായി ഇമാമത്ത് എന്നത് ഷിഈ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായും ഖിലാഫത്ത് എന്നത് സുന്നി പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായും വിശദീകരിക്കപ്പെട്ടതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ പ്രത്യേകിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലും നിബന്ധനകളിലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇമാമത്ത് എന്ന് പറയുന്ന ആ പദപ്രയോഗം ഇമാം അലി എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയിൽ വന്ന പ്രമുഖരായ നേതാക്കളോട് ചേർത്ത് ഇമാം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കൊണ്ടും സ്വാഭാവികമായും ഇന്ന് ആധുനിക ഇറാൻ 1979 രൂപപ്പെട്ടതിന് ശേഷം വിലായത്തെ ഫഖീഹ് എന്ന് പറയുന്ന ഷീ പൊളിറ്റിക്കൽ ഫിലോസഫി നടപ്പിലാക്കിയ ആ കാലഘട്ടത്തിലും ഇമാം ഖുമൈനി നടപ്പിലാക്കിയ കാലഘട്ടത്തിലും ഇമാമത്ത് എന്ന് പറയുന്ന ആശയത്തോട് തന്നെ ചേർത്തുകൊണ്ടാണ് വിലായത്തെ ഫഖീഹ് എന്ന് പറയുന്ന ആശയവും നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രപരമായി ഇസ്ലാമിക് സ്റ്റഡീസ് രചനകളിലുമെല്ലാം ഇമാമത്ത് എന്നത് അധികവും ഷീ പൊളിറ്റിക്കൽ ഫിലോസഫിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായി കാണുവാൻ കഴിയും. ഖിലാഫത്ത് എന്നത് സുന്നി പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ രചനകളിലെ പ്രധാന പദപ്രയോഗമായി കാണുവാൻ കഴിയും. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഖിലാഫത്ത് എന്നുള്ള പദം ഷീ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ കാണാൻ കഴിയുകയില്ല എന്നതല്ല, പകരം കൂടുതൽ പ്രചാരത്തിലുള്ള പദപ്രയോഗം എന്ന രീതിയിൽ പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലും ഏകദേശം 10 നൂറ്റാണ്ട് മുമ്പുള്ള ടെക്സ്റ്റുകളും അതിന് ശേഷമുള്ള ടെക്സ്റ്റുകളിലും ഖുർആൻ ഹദീസുകളിലുമെല്ലാം ഇമാം എന്നുള്ളത് പൊതുവായ ഒരു നേതാവിനെ, ഭരണകർത്താവിനെ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അതായത് ആ മനുഷ്യൻ, ആ ഒരു ഭരണകർത്താവ് സമൂഹത്തിൻ്റെ നേതാവായി മാറുക, ഒരു പള്ളി ഇമാം എന്നതിനേക്കാളും അപ്പുറം ഒരു സമൂഹത്തിൻ്റെ നേതാവായി മാറുക, ആ നേതാവ് ആദിലായി മാറുക എന്നുള്ളതാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നീതിമാനാവുക. നീതി അത് നിരുപാധികം എല്ലാവർക്കും നൽകാൻ കഴിയുന്ന, ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷനും ഒരു തരത്തിലുള്ള അപ്പാർത്തൈഡ് വ്യവസ്ഥകളോ ഒരു തരത്തിലുള്ള വിവേചനങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും സമ്പൂർണമായി എല്ലാവർക്കും ഒരുപോലെ സഹിഷ്ണുതയോടുകൂടി നീതി വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഭരണകർത്താവ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖാദിം, സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്ന് പറയുന്ന ആ വചനവും നമ്മൾ നോക്കുക. ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്നത് അവരുടെ ഖാദിമാണ്, സേവകനാണ്. ആ സേവകൻ അക്കൗണ്ടബിൾ ആണ്, മസ്ഊലാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊൽ അൻ റഅയതിഹി. ഭരണകർത്താവിനോടും ഓരോ മനുഷ്യരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, നിങ്ങൾ എല്ലാവർക്കും ഉത്തരവാദികളാണ്, നിങ്ങളുടെ കൂടെയുള്ളവരുടെ കാര്യത്തിലും ഉത്തരവാദികൾ. അതൊരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൂടുതൽ വ്യക്തമാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആനിൽ പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതായത് അത് പരലോകത്ത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കും എന്നതുപോലെ തന്നെ ഒരു മനുഷ്യൻ ലഭിച്ച എല്ലാവിധ പവറുകളെയും ശക്തികളെയും സ്ഥാനങ്ങളെയും കുറിച്ചും അള്ളാഹ് ചോദിക്കുമെന്നും അതിൻ്റെ ഒരർത്ഥമായി നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഈ ഒരു തരത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്ന, കൂടുതൽ ഉത്തരവാദിയാവുന്ന ഒരു സാഹചര്യം കൂടി ഭരണാധികാരിക്ക് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഭരണാധികാരി എപ്പോഴും കവിയാവുക, ശക്തനാവുക. ദുർബലനായ ഭരണാധികാരി കൂടുതൽ ദുൽമിനെ, അക്രമങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ, കൂടെയുള്ള തൽപര ശക്തികൾ ഭരണകർത്താവിൻ്റെ മേഖലകളിൽ കൂടുതൽ ഇടപെടാനുള്ള സാധ്യതകൾ ഒരുക്കും. അതുകൊണ്ട് ശക്തനായ ഭരണാധികാരി, വിൽ പവറുള്ള ഭരണാധികാരി, നല്ല അഭിപ്രായ സുബദ്ധതയുള്ള ഭരണാധികാരി, ഈ തരത്തിൽ എല്ലാ തരത്തിലുമുള്ള വിഭവങ്ങളുടെ കാര്യത്തിൽ ശക്തനായ ഒരാളാവണം ഖലീഫ അല്ലെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ഭരണകർത്താവ് എന്ന രീതിയിലാണ്
ഇസ്ലാം പഠിപ്പിക്കുന്ന നിബന്ധനകൾ. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരു ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ മെയിൻ ഫീച്ചറുകൾ എന്താണ്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ എന്താണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് പൊതുജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചർച്ചയും കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് എല്ലാവർക്കും സേഫ്റ്റി സെക്യൂരിറ്റി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് അത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അസിൽമ, സമാധാനം നൽകുക. എല്ലാവർക്കും പൊതുവായി എല്ലാവർക്കും ഒരുപോലെ സേഫ്റ്റി, സുരക്ഷ ഒതുക്കാൻ കഴിയുന്ന, ഞാൻ ലീഗൽ തിയറി പറയുന്ന ഭാഗത്തും പറഞ്ഞിരുന്നു, ഇസ്ലാമിക സ്റ്റേറ്റ് വർക്ക് ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെയും അവൻ്റെ സാമൂഹിക രാഷ്ട്രീയ എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെയും സംരക്ഷണം ഒരുക്കുന്നതാണ് ഇസ്ലാമിക സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സേഫ്റ്റി സെക്യൂരിറ്റി ഒരുക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രധാന ഫീച്ചറുകൾ ഒന്ന് വർക്ക് ചെയ്യപ്പെടുന്നത്. അതായത് സിൽമ് എന്നുള്ള നമുക്ക് കേന്ദ്രീകരിക്കാം. മറ്റൊന്നാണ് സുൽഹ് എന്നുള്ള പദപ്രയോഗം. അതായത് സമാധാന ശ്രമങ്ങളിലൂടെ, ചർച്ചകളിലൂടെ ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. അത് അല്ലാതെ വയലൻസിലൂടെ, പിടിച്ചെടുക്കലിലൂടെ, ഒപ്രഷനിലൂടെ, ഒക്കുപേഷനിലൂടെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഉള്ളിലുള്ള ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് മേൽ കൂടുതൽ അധികാരം നൽകുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു മെജോറിറ്റേറിയൻ, ഒരു ഭൂരിപക്ഷ അഭിപ്രായം മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ അടിച്ചമർത്തുക എന്ന രീതിയിലല്ല. പകരം എല്ലാ തരത്തിലും എല്ലാവർക്കും പ്രാപ്യമാവുന്ന നിയമ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഭരണഘടനാ രീതികളും മുഴുവനും എല്ലാവർക്കും പ്രാപ്യമാവുന്ന തരത്തിലുള്ള ഒരു സുൽഹ് രൂപീകരിക്കുക, രൂപപ്പെടുത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യപ്പെടേണ്ടതെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊന്നാണ് അഹദ്, കരാറുകൾ. സൊസൈറ്റിക്ക് ഉള്ളിൽ സോഷ്യൽ കോൺട്രാക്റ്റുകൾ ഒരുപാടുണ്ട്. കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഇസ്ലാമിക സ്റ്റേറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ആ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ സ്വാഭാവികമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റികളുണ്ട്. അവകാശങ്ങൾക്ക് അപ്പുറം റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഹക്ക് എന്നുള്ള പദപ്രയോഗം ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു പദപ്രയോഗമാണ്. ഹക്ക് എന്നതിന് പ്രധാനമായും നമുക്ക് പറയാൻ പറ്റുന്ന 3 അർത്ഥങ്ങളാണ്. ഒന്ന്, പരമസത്യം എന്ന് പറയുന്ന അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന അർത്ഥം. രണ്ടാമത്, അവകാശം എന്ന അർത്ഥവും. മൂന്നാമത്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്നുള്ള അർത്ഥം. അത് ഒരാളുടെ റെസ്പോൺസിബിലിറ്റി, അയാളുടെ ഉത്തരവാദിത്വവും, ഈ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതാണ് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന തിയറികളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റി നിലനിൽക്കുന്നത് കൂടെയുള്ളവരുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കോഓപ്പറേഷനിലൂടെയും കൊടുക്കൽ വാങ്ങലുകളിലൂടെയും കരാറുകളുടെയും പ്രതിജ്ഞകളുടെയും പ്രോമിസുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള വിവിധ സമൂഹങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഒരുക്കുക എന്ന നിലയിൽ പ്രത്യേകിച്ച് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികളാവട്ടെ, സ്വാഭാവികമായും ഇസ്ലാമിക സ്റ്റേറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കീഴിലായിരിക്കുമല്ലോ എന്നതുകൊണ്ട് തന്നെ ഒരു നോൺ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സുഭദ്രമായ കരാറുകൾ രൂപപ്പെടുത്തി അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നൽകുകയും അതിൻ്റെ കൂടെ തന്നെ അവരെ സംരക്ഷിച്ചു നിർത്തുകയും ആണ് ചെയ്യേണ്ടതെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുതകളുടെ ചില വിഷയങ്ങൾ. അഹദിന് ശേഷം, അതായത് കരാറുകളുടെ ചർച്ചകൾക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അമ്ന് എന്നുള്ള പദപ്രയോഗം. എല്ലാവർക്കും ഒരുപോലെ സുരക്ഷ ഒരുക്കി കൊടുക്കുന്ന പദപ്രയോഗം ആണ്, ഒരു ചിന്തയാണ് അമ്ന് എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയിലും ചർച്ചകളിലും ദാറുൽ അമ്നായി മാറുക എന്നത് എല്ലാവർക്കും, അതായത് മുസ്ലിം ആവട്ടെ നോൺ മുസ്ലിം ആവട്ടെ എല്ലാവർക്കും ഒരുപോലെ ഒരു നിർഭയത്വം നൽകാൻ കഴിയുന്ന, സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രീയ ഘടനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഈ പദപ്രയോഗത്തോടെ കൂടി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ അദ്ല് എന്ന പദപ്രയോഗം, നീതിയില്ലാതെ. കാരണം ലീഗൽ തിയറിയുടെ അടിസ്ഥാനം തന്നെ നീതിയാൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഖിസ്ത് എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അഖ്സിതു അല്ലെങ്കിൽ വഅദിലു
നീതിയുടെ കാര്യം പറയുന്നതും നീതി പുലർത്താൻ പറയുന്നതും നീതിയുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്താൻ പറയുന്നതും നീതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും പ്രവർത്തിക്കാൻ പറയുന്നതുമെല്ലാം പലയിടങ്ങളിൽ ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നീതി ഭരണനിർവഹണ കാര്യത്തിലും വിധി നിർണയിക്കുന്ന പശ്ചാത്തലത്തിലും നീതി അനിവാര്യ ഘടകമായി വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ഖുലഫാ റാഷിദയുടെ ഭരണഘട്ടത്തിൽ നീതിയുടെ തന്നെ ഒരുപാട് മഹനീയമായ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണുവാൻ കഴിയും. ഇവിടെ നീതി എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിരുപാധികമായ നീതിയാണ്. അതുകൊണ്ടാണ് മുഹ്സിൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സവിശേഷമായ പദപ്രയോഗമായി ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിൽ വർക്ക് ചെയ്യപ്പെടുന്നത്. കാരണം ഇഹ്സാൻ എന്നത് ഖുർആൻ ഇഹ്സാൻ അഹ്സിനു പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ പൂർണ്ണമായി ചെയ്തു വിട്ടുന്നവനെ കുറിച്ചിട്ടാണ് മുഹ്സിൻ എന്ന് പറഞ്ഞതെങ്കിൽ ഹദീസിൽ ഇഹ്സാൻ എന്നത് പറഞ്ഞത് അള്ളാഹു നേരിട്ട് കാണുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഫീലിങ്ങോടുകൂടി ഒരു കാര്യം ചെയ്തു വിട്ടുന്നതിനെ കുറിച്ചിട്ടാണല്ലോ ഹദീസിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഭയഭക്തിയോടുകൂടി ഒരു വിഷയത്തെ പൂർണ്ണമായി സമീപിക്കുകയും പൂർണ്ണമായി ചെയ്ത് വീട്ടുകയും ചെയ്യുന്നതാണ് ഇഹ്സാൻ എന്നത്. അത് ഇസ്ലാമിക് പൊളിറ്റിക്കൽ തൊട്ടിൽ വർക്ക് ചെയ്യപ്പെടുമ്പോൾ ഭയഭക്തിയോടുകൂടി അള്ളാഹു കാണുന്നു അറിയുന്നു എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഒട്ടും അനീതി ഉൽമ് അതിക്രമം ഇല്ലാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും സമ്പൂർണമായ നീതി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഇഹ്സാനുമായി ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിൽ ഏറ്റവും കൂടുതൽ കോപ്പറേറ്റ് ചെയ്യപ്പെടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇതിനൊരു മറ്റൊരു പശ്ചാത്തലം ഇസ്ലാമിക രാഷ്ട്രീയ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മത്ത് എന്നുള്ള കൺസെപ്റ്റാണ്. കാരണം നമ്മൾ മദീന ചാർട്ടറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഒരുപക്ഷെ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ കൂടെയുള്ള നോൺ മുസ്ലിം ഇതര മതസമൂഹങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണവും അവരുടെ മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ, അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിലൂടെ ആ ട്രീറ്റിയിലൂടെ അഹദിലൂടെയും സുൽഹിലൂടെയും വിവിധ മതസമൂഹങ്ങളെയും ജനങ്ങളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ സംവിധാനമാണ് സഹീഫ മദനിയ അല്ലെങ്കിൽ മദീന ചാർട്ടർ എന്ന് വിളിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന നിവാസികളുമായിട്ടുള്ള ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ് തന്നെ അതിൽ തന്നെ ഉമ്മത്ത് മുഴുവൻ സൊസൈറ്റിയെയും ഒരു ഉമ്മത്തായി പരിചയപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ആശയമാണ് ഇസ്ലാമിക സ്റ്റേറ്റിൽ വർക്ക് ചെയ്യപ്പെടുന്നത്. എല്ലാവരും ഒരു ഉമ്മത്തായി നിലനിന്നുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കാരണം ഇസ്ലാമിൻ്റെ ചിന്തയുടെ അടിസ്ഥാനം തന്നെ പറയുന്നത് ആദമും ഹവയിൽ നിന്നും പിറന്നവരാണ്. ഉൻസ എന്ന് പറയുന്ന ആ ആശയമാണ്. അതൊരു പൊളിറ്റിക്കൽ ആശയം കൂടിയായി വർക്ക് ചെയ്യപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അത് മാത്രമല്ല വിശ്വാസികൾ ഇഖ്വത്താണെങ്കിൽ ആ ആശയപരമായ സാഹോദര്യ ബന്ധം വിശ്വാസികളുമായിട്ടുണ്ടെങ്കിൽ അപരരുമായി ഒരു രക്തബന്ധം, അതായത് ഒരു ഉമ്മയും വാപ്പയിൽ നിന്നും പിറന്നവർ എന്ന് പറയുന്ന ഒരു രക്തബന്ധം മറ്റുള്ളവരുമായി കൂടുതലുണ്ട് എന്നുള്ളതാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ മുഴുവനും ഒരു ഉമ്മത്തായി ജീവിക്കുക എന്ന രീതിയിൽ തന്നെ മദീന ചാർട്ടർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫീച്ചറുകൾക്ക് ശേഷം, അതായത് ഒരു സ്റ്റേറ്റ് സങ്കല്പത്തിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ചിന്തകൾ. കാരണം ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു സിസ്റ്റമാണെങ്കിലും ആ സിസ്റ്റത്തിൽ ഭരണനിർവഹണം വളരെ ഭംഗിയായും സുഭദ്രമായും സുതാര്യമായും നടത്തണമെങ്കിൽ അവിടെ ലോ ആൻഡ് ഓർഡർ അനിവാര്യമാണ്. അവർക്ക് നല്ലതും തീയതും നല്ലതും മോശപ്പെട്ടതും വേർതിരിച്ച് പഠിപ്പിക്കാനും ബോധിപ്പിക്കുവാനും അതിനാവശ്യമായ നിയമഘടനകളും അനിവാര്യമാണ്. ആ നിയമഘടനകളുടെ ലീഗൽ തിയറിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ചാണ്. കാരണം സ്വാഭാവികമായും ലോ ആൻഡ് ഓർഡർ ഒരു നിയമ പരിപാലനം അനിവാര്യമായതുകൊണ്ട് തന്നെ ഈ ശരിയാത്ത് ക്രൈമിനെ വളരെ സീരിയസ് ആയി തന്നെയാണ്, കുറ്റകൃത്യങ്ങളെ വളരെ സീരിയസ് ആയി തന്നെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിൽ റഹ്മത്ത്, യുസ്ർ, അതുപോലെ നീതി, കാരുണ്യം, എളുപ്പം, ഇഹ്സാൻ, അതുപോലെ തന്നെ തഖ്വ, ഈമാൻ, മൊറാലിറ്റി, ഈ പറയുന്ന വിഷയങ്ങൾ ചേർന്ന് വെക്കുന്നതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമഘടനയുടെ അടിസ്ഥാനങ്ങൾ. അതായത് റഹ്മത്തിനെയും അതിലിനെയും കാരുണ്യത്തെയും നീതിയെയും കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മൊറാലിറ്റിയും അതുപോലെ എത്തിക്സും.
നിയമത്തിന് വേണ്ടി മാത്രമല്ല. ഒരു നിയമം ഒരു സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും അവരെ തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും കൂടിയാണ്. ഇസ്ലാമിൻ്റെ ലീഗൽ തിയറിയെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. അതായത് മൊറാലിറ്റിയും നിയമത്തിന് വേണ്ടി മാത്രമല്ല, ഒരു നിയമം വന്ന് അടിച്ചേൽപ്പിക്കുക മാത്രമല്ല. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാ റാഷിദീന്റെയും ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഒരുപാട് കുറ്റം ചെയ്തവരെ ഉപദേശിച്ചു വിടുന്നതായി കാണുവാൻ കഴിയും. അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. കാരണം തൗബ എന്നത് അനിവാര്യ ഘടകമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. പശ്ചാത്താപം. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും നടപ്പിലാക്കുക എന്നതിനപ്പുറം നിയമങ്ങളുടെ ഒരു ആവശ്യകതയുണ്ട്. എന്നാൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ഒരു ഗ്രാജുവൽ ഡെവലപ്പും ഉണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റയടിക്ക് നിയമം നടപ്പിലാക്കിയത് കൊണ്ട് ഒരു സമൂഹം നന്നാവുകയില്ല. കാരണം ഗ്രാജുവാലിറ്റി ഇസ്ലാമിൻ്റെ നിയമ രീതികളുടെ ഒരു അവതരണ പശ്ചാത്തലം തന്നെ നോക്കേണ്ടതുണ്ട്. തദ്രീജാണ്, ഗ്രാജുവൽ ഗ്രൗത്താണ് ഇസ്ലാം നമ്മെ അനിവാര്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഒറ്റയടിക്ക് നടപ്പിലാക്കുന്നതിൻ്റെ അപ്പുറം വളരെ ക്രമപ്രവൃത്തമായ ഒരു സാമൂഹിക രാഷ്ട്രീയ വളർച്ചയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൊറാലിറ്റി ലീഗാലിറ്റിയുമായി നിയമ വിഷയങ്ങളുമായി മൊറാലിറ്റി ഏറ്റവും അടുത്ത് നിൽക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടബിലിറ്റി. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദികളാണ്. സൊസൈറ്റിക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും നൽകുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവിടുത്തെ ശരീഅത്തും ഒരേപോലെ അത് വളരെ സുന്ദരമായി നീതിപൂർവം നടപ്പിലാക്കുന്നതിൽ ഉത്തരവാദിയും കൂടിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ പല ഭാഗങ്ങളിലും നീതിയുടെയും റഹ്മത്തിൻ്റെയും വിശദീകരണങ്ങൾ കൂടുതലായും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണ വ്യവസ്ഥ രൂപപ്പെടേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു ചർച്ച ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയിൽ നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയുന്നത്. അത് പ്രധാനമായും ചെന്നെത്തുന്നത് ഷൂറ എന്ന് പറയുന്ന ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മുഴുവൻ ഒരു സൊസൈറ്റിയിലെ അവിടുത്തെ ആൾക്കാരുമായും അഭിപ്രായ സുഭദ്രതയുള്ള ആൾക്കാരുമായി കൂടിയാലോചിച്ചിട്ട് വേണം അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ രൂപപ്പെടുത്തേണ്ടതും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷാവറുഹും ഫിൽ അംർ വ അംറുഹും ഷൂറാ ബൈനഹും എന്ന് പറയുന്ന ആയത്തുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ വഹയ്യ് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ ഉള്ള സാഹചര്യത്തിൽ തന്നെയും ജനങ്ങളുമായി ഈ ആയത്തുകൾ അനുസരിച്ചുകൊണ്ട് ജനങ്ങളുമായി സ്വഹാബികളോട് കൂടിയാലോചിച്ച ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇത് ഒരു ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ജനങ്ങളുടെ വില്ലിനെ, അവരുടെ വിഷനെ, ജനങ്ങളുടെ മോഹങ്ങളെ, അവരുടെ പങ്കാളിത്തത്തെ, അവരുടെ തെരഞ്ഞെടുപ്പിനെയും കൂടി ഇസ്ലാം പരിഗണിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണ തിയോക്രസി, ഓട്ടോക്രസി, ഡെമോക്രസി അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ ഇസ്ലാമിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം ജനങ്ങളുടെ വില്ലിനെ പരിഗണിക്കാത്ത, ജനങ്ങളുടെ ആഗ്രഹത്തെയും ബോധത്തെയും പരിഗണിക്കാത്ത ഒരു സംവിധാനമാണ്, ഒരു തിയോക്രസിയാണ് ഇസ്ലാം എന്ന രീതിയിലാണ് പൊതുവെ ഇസ്ലാമിനെ ആരോപിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഭരണകർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും ഷൂറ അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ച വ്യവസ്ഥയാണ് ഇസ്ലാം. എന്നത് മാത്രമല്ല, നിയമ നടത്തിപ്പിൽ പോലും സങ്കീർണമായ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിലൂടെ രൂപീകരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയ വ്യവസ്ഥ കൂടിയാണ് ഇസ്ലാം. അത് കാണിച്ചു തന്നവരാണ് ഖുലഫാ റാഷിദുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിന്നീട് വന്ന മഹാന്മാരായ ഭരണാധികാരികളുടെയും ജീവിത അനുഭവങ്ങൾ. എന്നതുകൊണ്ട് തന്നെ തിയോക്രസിയുമായി ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത് പൊതുജനങ്ങളുടെ താല്പര്യത്തെ കൂടി പരിഗണിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. മത പണ്ഡിതന്മാരുടെയോ പുരോഹിതന്മാരുടെയോ അധികാരത്തിനപ്പുറം പൊതുജനങ്ങളുടെ വില്ലും കൂടി പരിഗണിക്കുന്ന, അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായ സുഭദ്രതയും പരിഗണിക്കുന്ന സംവിധാനമാണ് ഇസ്ലാമിനുള്ളത് എന്നുള്ളതാണ്
ആ ഒരു സംവിധാനത്തിലൂടെയാണ് ഭരണകർത്താവിൻ്റെ തെരഞ്ഞെടുപ്പും ആ ഒരു സംവിധാനത്തിലൂടെയാണ് ഭരണ നിർവഹണ നടത്തിപ്പും ഉണ്ടാവുന്നത് എന്ന് അനിവാര്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കുമ്പോൾ നിരവധി രീതികളിലൂടെയാണ്, വ്യത്യസ്ത രീതികളിലൂടെയാണ് ഭരണകർത്താവിനെ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രധാനമായും ഒന്ന് ബയാത്തിലൂടെ, പ്രതിജ്ഞകളിലൂടെ ഭരണകർത്താവിനെ തിരഞ്ഞെടുത്തതായി കാണുവാൻ കഴിയും. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അത് നമുക്ക് ചരിത്രത്തിലൂടെ വിശദമായി പോവേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹിമ അൻസാറുകളുടെയും മുഹാജിറുകളുടെ മുന്നിൽ വിശദീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത പരിഗണനയും ആദരവും സ്വീകാര്യതയും എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് അനുയോജ്യൻ എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയും അവർ അത് അംഗീകരിക്കുകയും ചെയ്ത ശേഷമാണ് ബൈഅത്ത് നടക്കുന്നത്. ആ ഒരു സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സെലക്ഷനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ യോഗ്യതകളും, ഒരു ഭരണകർത്താവ് ആവേണ്ട, നീതിമാൻ ആവേണ്ട, ഒരു ശൂറ സംവിധാനത്തിന് ഏറ്റവും സുന്ദരമായ മാനം ആവുന്ന, അങ്ങനെ വിവിധ തരത്തിലുള്ള ധാരാളം ക്വാളിറ്റികളുള്ള ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോമിനേറ്റ് ചെയ്തത് ആ ഒരു സെലക്ഷനാണ് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത് ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ശൂറ സംവിധാനം, 7ഓളം പേരെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ മോനടക്കം പ്രധാനപ്പെട്ട സഹാബികളെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അടക്കം പ്രധാനപ്പെട്ട സഹാബികളെ നിയോഗിക്കുകയും അവരിലൂടെ അതിൽ പറ്റിയ ഏറ്റവും യോഗ്യനായ ആളെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം സഹാബികളെ ഏൽപ്പിച്ച ഷൂറ സംവിധാനത്തേക്കുള്ള ചർച്ചയാണ് മൂന്നാമത്തെ രീതി. നാലാമത് അഹ്ലുൽ അഹ്ദ് വൽ അംർ എന്ന് വിളിക്കപ്പെടുന്ന മദീനയിലെ പ്രമുഖരായ സഹാബികളെല്ലാം ഒരുമിച്ച് കൂടുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന് ശേഷമുള്ള അസന്നിഗ്ധാവസ്ഥയിൽ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ അവർ ഒരുമിച്ച് കൂടുകയും ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ചർച്ചയിലൂടെ രൂപപ്പെട്ടതാണ് നാലാമത്തെ രീതി. ഇങ്ങനെ വ്യത്യസ്ത രീതികളിലാണ് ഇസ്ലാമിക ക്ലാസിക്കൽ യുഗത്തിൽ, ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഭരണകർത്താക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരഞ്ഞെടുപ്പും അലി റളിയല്ലാഹു അൻഹുവിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പും, പിന്നീട് യുദ്ധങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് സന്ധിയിലൂടെ, അവിടെ രാഷ്ട്രീയ അസന്നിഗ്ധാവസ്ഥ നിലനിന്നെങ്കിൽ പോലും പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും സന്ധിയിലൂടെ മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായി മാറുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ ആ ഒരു പശ്ചാത്തലവും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകകളായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പോലും ഇവിടെ എല്ലാം മുഴച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് പൊതുജന പങ്കാളിത്തം, അതായത് ഷൂറ വ്യവസ്ഥ. കാരണം ആധുനിക പണ്ഡിതനായ റാഷിൽ ഗന്നൂഷി അടക്കമുള്ള ആൾക്കാർ അത്തഅദ്ദുദിയ സിയാസിയ, പൊളിറ്റിക്കൽ പ്ലൂറലിസത്തെ കുറിച്ച് വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ഒരു ഭരണകൂടത്തിൻ്റെ ഉയർച്ചയും ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പും അവരുടെ നിയമവാഴ്ചയും എല്ലാം രൂപപ്പെടേണ്ടത് ഈ പറയുന്ന ഷൂറയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് റാഷിൽ ഗന്നൂഷി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡെമോക്രസിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്, ഈ ഷൂറയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഡെമോക്രസി എന്ന് പറയുന്ന പുതിയ ജനാധിപത്യം എന്ന് പറയുന്ന ആധുനിക വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം ഡെമോക്രസി എന്നത് പൊതുജനങ്ങൾക്കുള്ള മെജോറിറ്റേറിയൻ കൺസെപ്റ്റാണ്. ജനങ്ങൾ അതോറിറ്റിയായി മാറുന്ന ഒരു കൺസെപ്റ്റാണ്. മെജോറിറ്റിയുള്ള ഒരു ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൺസെപ്റ്റാണ്. കാരണം മെജോറിറ്റിയാണ് ആരോ തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് ഒരുപാട് പാകപ്പിഴകൾ നമുക്ക് കാണുവാൻ കഴിയും. ആധുനിക ജനാധിപത്യ ലോകത്ത് നമ്മൾ കാണുന്ന, ഇന്ത്യ അടക്കമുള്ള വിവിധങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും ജനാധിപത്യത്തിൻ്റെ ഈ താത്വികമായ പിഴവുകളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ജനാധിപത്യം പോലും വർക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തെ ഇസ്ലാമിക ഫ്രെയിംവർക്കിൽ വിമർശിച്ച മൗലാന മൗദൂദി അടക്കം, സയ്യിദ് ഖുത്ബ്, മുഹമ്മദ് ഖുത്ബ് അടക്കമുള്ള ആധുനികരായ എല്ലാ പണ്ഡിതന്മാരും ജനാധിപത്യത്തിൻ്റെ ഈ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഹാക്കിം എന്ന്, ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറയുന്ന ആശയവും ഹാക്കിം എന്ന് പറയുന്നത് അള്ളാഹു ആണെന്നുള്ള ആശയം എന്നതുകൊണ്ട് തന്നെ ജനാധിപത്യ ക്രമം എന്നതിനെ താത്വികമായി ഇസ്ലാം
നിരാകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഡെമോക്രാറ്റിക് വാല്യൂസ് എന്ന് പറയുന്ന അതിൻ്റെ നടപടിക്രമങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നതായി കാണുവാൻ കഴിയും. കാരണം ഈ ഡെമോക്രാറ്റിക് വാല്യൂസിന് ഇസ്ലാം തന്നെ പഠിപ്പിച്ച ഷൂറ കൺസെപ്റ്റുമായി ഏറെക്കുറെ സാമീപ്യമുള്ളതായും ഫെമിലിയർ ആയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആധുനികരായ ഒട്ടുമിക്ക പണ്ഡിതന്മാരും, ഇസ്ലാമിക് പൊളിറ്റിക്കൽ തിയറിഷ്യന്മാരായ ധാരാളം പണ്ഡിതന്മാർ ഈ തെരഞ്ഞെടുപ്പിനെ, പാർലമെന്റ് സംവിധാനത്തെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ ആവശ്യകതയൊക്കെ കൂടുതൽ ഊന്നി പറയുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ വർത്തമാനം പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകളും മുന്നോട്ട് വരുന്നത്. കാരണം ഒരു രാഷ്ട്ര വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിക്കുന്ന സിറ്റിസൺസ്, പൗരന്മാർ, അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ, നേരത്തെ വിശദീകരിച്ചതുപോലുള്ള വിവിധ തരത്തിലുള്ള ഹിഫുകളുടെ സംരക്ഷണം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ആ ഭരണകൂടം നൽകുന്ന സംരക്ഷണം വേണ്ട രീതിയിൽ തിരിച്ചു നൽകുവാനും അത് സിറ്റിസൺഷിപ്പിൻ്റെ ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യവും കൂടിയാണ്. സ്റ്റേറ്റ് നൽകുന്ന സെക്യൂരിറ്റി ആവട്ടെ, സേഫ്റ്റി ആവട്ടെ, ലോ ആൻഡ് ഓർഡർ ആവട്ടെ, ഇത് വളരെ സുന്ദരമായി പരസ്പരം ഒരു പാരസ്പര്യത്തോടു കൂടി പ്രവർത്തിക്കുവാനും ജീവിക്കാനും ഒരു സിറ്റിസണ് അനിവാര്യമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം കുല്ലുക്കുണ്ടായ കുല്ലുക്കും മസ്ഊലിൻ അൻ റഅയ്യത്തി എന്ന് പറയുന്ന ആയത്തുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ആയത്തുകളെല്ലാം ഭരണകർത്താവിനെയോ സ്റ്റേറ്റിനെയോ മാത്രം സംബന്ധിച്ചല്ല, പകരം സമൂഹത്തെയും വ്യക്തിയെയും സമൂഹത്തെയും കൂടുതൽ അതുമായി സംബന്ധിച്ചതാണ്. മൗലാന മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. എങ്ങനെയാണ് ഒരു സമൂഹം, ഒരു ദേശം, ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്, അതിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്നതിന് അദ്ദേഹം പറയുന്നത് ബോട്ടം അപ്പ് തിയറിയാണ്. അതായത് താഴെയിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ വളർച്ചയാണ് അദ്ദേഹം ആദ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഹ്സാനോട് കൂടിയിട്ടുള്ള, ഏറ്റവും നന്മയോട് കൂടിയിട്ടുള്ള, നീതിപൂർവമായ തന്നോടും തൻ്റെ കുടുംബത്തോടും ചുറ്റുപാടും സമൂഹത്തോടുമുള്ള ഇടപെടലിൽ നിന്ന് രൂപപ്പെടുന്ന ആദ്യത്തെ യൂണിറ്റും കുടുംബം എന്ന യൂണിറ്റും ആ വിവിധ കുടുംബങ്ങളുടെ ഒരു സംഗമം എന്ന നിലയിൽ സമൂഹത്തിൻ്റെ യൂണിറ്റും, ഈ തരത്തിൽ വളരെ സുന്ദരമായ നീതിപൂർവമായ നന്മയുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നതിലൂടെയാണ് ദേശം എന്ന് പറയുന്ന ആ ഒരു വലിയ സങ്കല്പം രൂപപ്പെടുക എന്ന് മൗദൂദി സാഹിബിൻ്റെ ബോട്ടം അപ്പ് തിയറിയിൽ പറയുന്നുണ്ട്. ഈ ദേശം രൂപപ്പെട്ടതിന് ശേഷമാണ് അവിടെ സ്റ്റേറ്റിക്സ് തിയറി എന്ന് പറയുന്ന ടോപ്പ് ഡൗൺ തിയറി അത് വർക്ക് ചെയ്യപ്പെടുന്നത്, അതായത് സ്റ്റേറ്റ് സെൻട്രിക് തിയറി വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് നിയമങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റുക. അല്ലാതെ പെട്ടെന്ന്, അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി പല സാഹചര്യത്തിലും അദ്ദേഹത്തോട് മിലിറ്ററി അട്ടിമറി നടത്തി ഒരു രാഷ്ട്രത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് നിരാകരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ശക്തിപൂർവ്വം പിടിച്ചെടുത്ത ഒരു അധികാരം അത് ക്ഷണികമായിരിക്കും, അത് നീതിപൂർവമായിരിക്കുകയില്ല എന്ന് മൗലാന മൗദൂദി പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദിയും ഷാ വലിദ് ദഹ്ലവി അടക്കമുള്ള പണ്ഡിതന്മാർ പോലും വ്യക്തി, സമൂഹം, വ്യക്തി, കുടുംബം, നഗരം, രാഷ്ട്രം എന്ന കൺസെപ്റ്റാണ് ഷാ വലിദ് ദഹ്ലവി മുന്നോട്ട് വെച്ചത്. ഈ ഗ്രാജുവൽ ഗ്രൗത്ത്, മുകളിലേക്കുള്ള ഗ്രാജുവൽ ഗ്രൗത്തിലൂടെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുക എന്ന് ഷാ വലിദ് ദഹ്ലവിയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി, കുടുംബം, സമൂഹം എന്ന് തുടങ്ങിയ ഈ സ്റ്റെപ്പുകളുടെ ഒരു ദേശത്തോടുള്ള കടമകളും കൂടി വ്യക്തമാകുമ്പോൾ മാത്രമേ ദേശത്തെ കൂടുതൽ നല്ല രീതിയിൽ നിയമപരിപാലനം നടത്താൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ജിസിയ വർക്ക് ചെയ്യപ്പെടുന്നത്. നോൺ മുസ്ലിങ്ങളാണെങ്കിൽ കൊടുക്കാൻ കഴിയുള്ളവർക്ക് ജിസിയ, കാരണം അവർക്ക് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുന്ന സ്റ്റേറ്റ് എന്ന നിലയിൽ ടാക്സ് ആണ് ജിസിയ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാജും അതുപോലെ തന്നെ സക്കാത്ത്, വിവിധ തരത്തിലുള്ള സ്വതക്കകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ വിശദീകരണങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ഇൻ്റർനാഷണൽ പോളിസിയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നേരത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ അനിവാര്യമായ പദപ്രയോഗങ്ങളായ സുൽഹ്, അംന്, അഹദ് പോലുള്ള പദപ്രയോഗങ്ങൾ ഒരു സ്റ്റേറ്റിൻ്റെ ഫോറിൻ പോളിസിയുമായും ഇൻ്റർനാഷണൽ അഫയേഴ്സുമായും ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ്.
ചുറ്റുപാടുമുള്ള സമൂഹങ്ങളുമായി ഒരു ഫ്രണ്ട്ലി സിറ്റുവേഷൻ രൂപപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന, കാരണം ജീറാനുമായി, അയൽക്കാരുമായി, ഒരു അയൽക്കാരെന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ അയൽക്കാരുമായും എപ്പോഴും ഫ്രണ്ട്ലി ആയ ഒരു സാഹചര്യം രൂപപ്പെടുത്തേണ്ട അനിവാര്യമാണ്. അതുപോലെ തന്നെ കരാറുകളുടെ നീതിയിൽ അധിഷ്ഠിതമായ വിഷയങ്ങളിൽ കരാറുകൾ വേണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എല്ലാവർക്കും അമ്ന് പ്രദാനം ചെയ്യേണ്ടതാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സുൽഹ്, വേണ്ട രീതിയിൽ സന്ധികളിലൂടെ നല്ല കാര്യങ്ങൾക്ക്, നീതിയുക്തമായ കാര്യങ്ങൾക്ക് സുൽഹ് അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ഒരു രാഷ്ട്രം എപ്പോഴും ഡെഫെൻസീവ് മെക്കാനിസമാണ് ഉപയോഗിക്കുക, ഒഫെൻസീവ് മെക്കാനിസം അല്ല. കയറി അറ്റാക്ക് ചെയ്യുക എന്നതിൻ്റെ അപ്പുറം ഇസ്ലാമിക സ്റ്റേറ്റ് എപ്പോഴും ഡിഫെൻസീവ്, അതായത് സ്വന്തം രാഷ്ട്രത്തെയും സമൂഹത്തെയും പൗരന്മാരെയും അവിടുത്തെ വിഭവങ്ങളെയും സംരക്ഷിക്കുക എന്ന രീതിയിൽ ഡിഫെൻസ് അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസമാണ് ഇസ്ലാം എപ്പോഴും ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുമായും താവൻ, പരസ്പരമുള്ള കോഓപ്പറേഷൻ, അസോസിയേഷനാണ് രൂപപ്പെടുത്തേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഈ തരത്തിൽ ഇസ്മിലും ഉദ്വാനിലും, കുറ്റകൃത്യങ്ങളിലും ശത്രുതയിലും അടിസ്ഥാനത്തിലുള്ള ഒരു തരത്തിലുള്ള കോഓപ്പറേഷനും ഇസ്ലാം അംഗീകരിക്കുകയില്ല. ഒരു തരത്തിലുള്ള ദുൽമും മറ്റൊരു വിഭാഗത്തിന് മേലുള്ള ദുൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള കോഓപ്പറേഷനും ഇസ്ലാം അംഗീകരിക്കുകയില്ല. മറ്റൊരു സമുദായത്തിന് മേൽ ഒപ്രഷൻ കൊടുക്കുന്ന, മർദ്ദനം, അതുപോലെ തന്നെ അതിക്രമം നൽകുന്ന ഒരു തരത്തിലുള്ള കരാറുകൾക്കും സഹകരണത്തിനും ഇസ്ലാമിക സ്റ്റേറ്റ് നിൽക്കുകയില്ല എന്നും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു എന്ന് കാണാൻ കഴിയുമല്ലോ. അതായത് ഷനആൻ, വൈരാഗ്യം, ഇതുപോലെ തന്നെ വിരുദ്ധത, ഒരു സമൂഹത്തിലുള്ള വൈരം, വീറ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാമിക സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ് എന്നുള്ളതാണ്. നീതി, അതുപോലെ തന്നെ ക്രമം, അക്രമത്തിനപ്പുറം ക്രമം പാലിക്കുന്ന, ദുൽമിന് എതിരെയായ, ഒപ്രഷനെതിരെയായ, നന്മയ്ക്കും നല്ല കാര്യങ്ങൾക്കും സൂക്ഷ്മതയ്ക്കും അടിസ്ഥാനത്തിലുള്ള താവുനാണ്, കോഓപ്പറേഷനാണ് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഫോറിൻ പോളിസി ഐഡിയൽസിൽ പ്രധാനമായും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ്, എല്ലാവരെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇസ്ലാം ഒരുക്കി കൊടുക്കുന്നു. അത് ആ ഒരു രീതിയിൽ തന്നെ പുറം ലോകവുമായിട്ടുള്ള ഒരു മോറൽ എത്തിക്കൽ കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യുവാൻ ഇസ്ലാം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയും ഇസ്ലാമിൻ്റെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇത് കൂടെ തന്നെ എങ്ങനെയാണ് ഇസ്ലാമും മറ്റൊരു സ്റ്റേറ്റും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഇസ്ലാമിക ഗവർണൻസും അതുപോലെ തന്നെ ഒരു നോൺ മുസ്ലിം ഗവർണൻസ്, അതല്ലെങ്കിൽ ആധുനിക പൊളിറ്റിക്കൽ തിയറിയും ഇസ്ലാമിക തിയറിയും എവിടൊക്കെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഇത്രയും പറഞ്ഞതൊക്കെയും ഈ പോയിന്റുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. എന്നാൽ പോലും കുറച്ച് കാര്യം വിശദീകരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ആധുനിക പൊളിറ്റിക്കൽ തിയറിയിൽ, സെക്യുലറിസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിയറിയിലെല്ലാം ഒരു സ്റ്റേറ്റ് അനാർക്കിയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഒരു സ്റ്റേറ്റ് എപ്പോഴും ഈഗോയിസ്റ്റ് ആയിരിക്കും, ഒരു സ്റ്റേറ്റ് എപ്പോഴും സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഒരു സ്റ്റേറ്റ് പ്രോ വാർ ആയിരിക്കും, ഒഫെൻസീവ് ആയിരിക്കും, അതേപോലെ തന്നെ ഒരു മെജോറിറ്റേറിയൻ കൺസെപ്റ്റിനെ സ്വീകരിക്കുന്നതായിരിക്കും. ഇത് ഹൻസ് മോർഗൻതോ എന്ന് പറയുന്ന ആധുനിക പൊളിറ്റിക്കൽ റിയലിസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം, ഹൻസ് മോർഗൻതോ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, റിയലിസവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഇതൊക്കെ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയ ഘടനയെ, രാഷ്ട്രസങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം സിൽമും ഇസ്ലാമും, സമാധാനവും എല്ലാവർക്കും ഒരുപോലെ ഒരുക്കുന്ന ഒരു കമ്പാഷനും ആ ഒരു സാഹചര്യമാണ് ഇസ്ലാം ഒരുക്കുന്നത്. കോഓപ്പറേഷനാണ് ഇസ്ലാം ഒരുക്കുന്നത്, മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഇസ്ലാം ഒരുക്കുന്നത്, കമ്പാഷനാണ് ഇസ്ലാം ഒരുക്കുന്നത്. മോറൽ എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇസ്ലാമിൻ്റെ എല്ലാ നിയമ നടപടികളുടെയും അടിസ്ഥാനം. ഡിഫെൻസീവ് മെക്കാനിസം ആയിരിക്കും, പ്രോ വാർ ആയിരിക്കുകയില്ല ഇസ്ലാമിൻ്റെ മെക്കാനിസം. അതുപോലെ തന്നെ എല്ലാവരെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമായി പരമാവധി പ്രശ്നരഹിത സഹവർത്തിത്വമായിരിക്കും ഇസ്ലാമിക രാഷ്ട്രം ആഗ്രഹിക്കുക. അത് ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നൽകുവാനാണ് ഇസ്ലാം ആഗ്രഹിക്കുക. എല്ലാ തരത്തിലുമുള്ള പൊളിറ്റിക്കൽ പ്ലൂരലിസം, ഗന്നൂഷി അടക്കമുള്ള ചിന്തകന്മാർ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ പ്ലൂരലിസമാണ് ഇസ്ലാം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിക സ്റ്റേറ്റും ഒരു ആധുനിക പൊളിറ്റിക്കൽ തിയറി അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് സങ്കല്പത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ ഒരു സാഹചര്യം പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ആധുനിക ഇസ്ലാമിക മുസ്ലിം ലോകങ്ങളുടെ ഭരണ ക്രമങ്ങൾ ഒന്ന് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്.
ഇപ്പോൾ ഇറാനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1979 വരെ ഇറാനിൽ സ്വാഭാവികമായും ഉണ്ടായിരുന്നത് മൊണാർക്കി ഭരണകൂട കാലഘട്ടമായിരുന്നു. അതിനു മുമ്പ് കാച്ചാർ അടക്കമുള്ള സഫവികളടക്കമുള്ള വിവിധ ഭരണകൂടങ്ങൾ ഇറാൻ്റെ ഭരണകൂടങ്ങളായി വന്നിട്ടുണ്ട്. എന്നാൽ 1979 ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാവുകയും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന സംവിധാനം അവിടെ നടപ്പിലാക്കുകയും ഷീഈ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ശരീഅത്ത് നടപ്പിലാക്കാനുള്ള ശ്രമവുമാണ് അവരവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. വിലായത്തെ ഫഖീഹ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ ഇമാം ഖുമൈനി തന്നെ മുന്നോട്ട് വെച്ച ഷീഈ പണ്ഡിതന്മാരുടെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സമർപ്പിച്ച ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിലെ ഭരണക്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാനിൽ ഒരു സുപ്രീം ലീഡർ, ഒരു ആയത്തുള്ള ഒരു മതപണ്ഡിതൻ ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ഇലക്ഷൻ നടക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് വിലായത്തെ ഫഖീഹ് എന്ന് പറയുന്ന ഫഖീഹിൻ്റെ വിലായത്ത്, അദ്ദേഹത്തിൻ്റെ അധികാരക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് സേ, ഒരു അവസാന വാക്ക് പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. തുർക്കിയുടെ അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതായത് ഖിലാഫത്ത് തകർന്നതിന് ശേഷം 1924 മുതൽ പിന്നീട് ഇങ്ങോട്ട് കമാലിസ്റ്റ് സെക്കുലറിസ്റ്റ് ഭരണ രീതികളായിരുന്നു നടന്നിരുന്നത്. എന്നാൽ 2000 കൂടി AK പാർട്ടിയുടെ ഭരണം വന്നതോടുകൂടി ഒരു പാസീവ് സെക്കുലറിസത്തിൽ നിന്ന്, അതായത് എല്ലാവരെയും അംഗീകരിക്കാത്ത എന്നാൽ വളരെ ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയോടും ആഗ്രഹങ്ങളോടും ആശയങ്ങളോടും പ്രത്യേകിച്ച് ഭൂരിപക്ഷം മുസ്ലിം സമുദായമായ തുർക്കിയിലെ ജനങ്ങളുടെ വിശ്വാസക്രമങ്ങളോടും വളരെ കൂടുതൽ ക്രൂരത നിലനിർത്തിയ, വളരെ ശക്തമായി സെക്കുലറിസം നടപ്പിലാക്കാൻ ശ്രമിച്ച ആ പാസീവ് സെക്കുലറിസത്തിൽ നിന്ന് 2000 മുതൽ ഒരു അസർട്ടീവ് സെക്കുലറിസം, അതായത് സെക്കുലറിസം എന്നത് തന്നെ ആണെങ്കിൽ പോലും പൊതുജനങ്ങളുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും സേഫ്റ്റിയും ഫ്രീഡവും നൽകാൻ സെക്കുലറിസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിൽ സെക്കുലറിസത്തിന് തന്നെ ഒരു നിർവചനം നൽകിക്കൊണ്ടാണ് AK പാർട്ടിയുടെ ഇപ്പോൾ നിലവിലുള്ള ഭരണക്രമവും ഉണ്ടാവുന്നത്. ഇറാഖിലും യമനിലും പോലുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവിടെ സോഷ്യലിസ്റ്റ് ഭരണകൂടം, ബഹസ് പാർട്ടി പോലുള്ള, മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഭരണകൂടങ്ങൾ യമനിലൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാഭാവികമായും വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ പൊതുവായി ബാധിച്ച കൂടുതൽ രാഷ്ട്രീയ സംഹിതാവസ്ഥ യമനിലും ഇറാഖിലും നിലനിൽക്കുന്നതായും കാണുവാൻ കഴിയും. എന്നാൽ പോലും ഒരു പാർലമെൻ്ററി വ്യവസ്ഥ, ഇലക്ഷനൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ യമൻ, GCC രാഷ്ട്രങ്ങളിൽ അടക്കമുള്ള, ബഹ്റൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിലെല്ലാം എമിറേറ്റ് ആണ്, ഇമാറത്ത്, അതായത് ഒരു കുടുംബ വാഴ്ചയാണ്, മൊണാർക്കിയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ മലേഷ്യൻ പോലുള്ള ഭാഗങ്ങളിൽ, മലേഷ്യ എന്ന് പറയുന്നത് ഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രമാണ്, അവിടെയും ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ പോലും ഏറെക്കുറെ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം മലേഷ്യൻ രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈജിപ്തിൻ്റെയും അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രങ്ങളിലൊന്നായ ഈജിപ്റ്റ് പക്ഷേ 1953 മുതൽ 52 ആ കാലം മുതൽ ഇതുവരെയും, ഇടക്കാലത്തെ 2011, 2012, 2013 കാലഘട്ടത്തിലെ മൂർസിയുടെ ഭരണം ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെയും സ്വേച്ഛാധിപത്യ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനോ അവർക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ ഒന്നും ഈ ഈജിപ്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആധുനിക പണ്ഡിതന്മാരുടെ ചിന്തകളെയും കൂടി ചെറുതായി ഒന്ന് പരാമർശിക്കേണ്ടത് അനിവാര്യമാണ്. ഫാറാബി പോലെ, ഇബ്നു തൈമിയ പോലെ വിവിധ പണ്ഡിതന്മാരും ഇസ്ലാമിക രാഷ്ട്രീയ ഫിലോസഫിയെ വിശാലമാക്കിയവരിൽ നമുക്ക് എണ്ണുവാൻ കഴിയും. അൽ മദീനത്തുൽ ഫാദില എന്ന് പറയുന്ന ഫാറാബിയുടെ ചിന്ത, ഒരു സേക്രഡ് സിറ്റി, ഒരു വിശുദ്ധ നഗരം, അത് മദീനയോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടേണ്ടതെന്നും അതിൻ്റെ ഒരു ആവശ്യകത എന്തെന്നും ഒരു നഗര കേന്ദ്രീകൃത ഭരണ സംവിധാനം വളരേണ്ടത് എങ്ങനെയാണെന്നും ഫാറാബി വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ഗസാലിയും ഖിലാഫത്ത് പോലുള്ള ചിന്തകളുടെ സാധാരണ ക്ലാസിക്കൽ ഫിഖ്ഹി ടെസ്റ്റുകൾ വിശദീകരിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇമാം ഗസാലിയും അദ്ദേഹത്തിൻ്റെ വിവിധ രചനകൾ ചെലുത്തുന്നതും എഴുതുന്നതും കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന സെൽജൂക്ക് രാജവംശത്തിലെ നിസാമുൽ മുൽക്ക് പോലുള്ള വിവിധ ഭരണാധികാരികളെ ഉപദേശിച്ചുകൊണ്ട് നൽകിയ രചനകളും, ഒരു ഭരണ സംവിധാനത്തിൽ ഷൂറയും നസീഹത്തും എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ടൂളായി വർത്തിക്കുന്നത് എന്ന് ഇമാം ഗസാലിയുടെ രചനകളിലും നമുക്ക് കാണുവാൻ കഴിയും. അസിയാസ ഷറഇയ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രചന, അത് ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ രചനയാണ്.
അദ്ദേഹത്തിൻ്റെ രചനയിൽ ഇസ്ലാമിക ദൈവശാസ്ത്ര സങ്കല്പങ്ങളെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറികളെയും കൂടുതൽ വിശദമായി സംസാരിച്ച മധ്യകാല പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹം അൽ ഉലൂഹിയ, റുബൂബിയ, ഉബൂദിയ എന്ന് പറയുന്ന പദപ്രയോഗങ്ങളുടെ വിശദീകരണങ്ങളും അതിൻ്റെ ആഖ്യാനങ്ങളും അത് സിയാസ ഷറഅയ്യ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മാവർദിയുടെ അൽ അഹ്കാമു സുൽത്താനിയ, ഈ അന്നത്തെ കിങ്ഡം ഒരു സൽത്തനത്തിൻ്റെ കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങളുടെ ഒരു സൂക്ഷ്മമായ നിലനിൽപ്പിനെയും അതുപോലെ തന്നെ ഭരണ നടത്തിപ്പിനും ആവശ്യമായ രീതിയിൽ എഴുതിയ രചനയാണ് മാവർദിയുടെ അൽ അഹ്കാമു സുൽത്താനിയ. ജസ്റ്റിസ് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു രചനയും കൂടിയാണ്. ഇതിന് ശേഷം ആധുനികരായ പണ്ഡിതന്മാരിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ പോവേണ്ടതുണ്ട്. നേരത്തെ വിശദീകരിച്ചതുപോലെ മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ബോട്ടം ഓഫ് തിയറി, അതായത് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ദേശരൂപീകരണവും ആ ദേശരൂപീകരണത്തിന് ശേഷം സംഭവിക്കേണ്ട സ്റ്റേറ്റിക് സെൻട്രി, അതായത് ഭരണതലത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് നിയമ സംവിധാനത്തിൻ്റെ നടത്തിപ്പും അതിൽ കാണിക്കേണ്ട നീതിയും അതിലെ ഹ്യൂമൻ റൈറ്റ്സ് പരിപാലനവും മൈനോറിറ്റി റൈറ്റ്സിൻ്റെ പരിപാലനവും ജനങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യത്തെയും സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യകതയും എല്ലാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആധുനിക പണ്ഡിതനായ മൗലാന മൗദൂദി തിയോ ഡെമോക്രസി എന്ന് പറയുന്ന ഫിലോസഫി മുന്നോട്ട് വെച്ചത്. കാരണം തിയോ എന്നത് ദൈവവുമായി ബന്ധപ്പെട്ട, ഡിവൈനുമായി ബന്ധപ്പെട്ട പദമായതുകൊണ്ടും ഡെമോക്രസി എന്നതിനെ അദ്ദേഹം ഡെമോക്രസി എന്നതിൻ്റെ താത്വികമായി തള്ളിക്കളഞ്ഞെങ്കിൽ പോലും അതിലെ പ്രാഗ്മാറ്റിക്കൽ രൂപത്തെ സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം തിയോ ഡെമോക്രസി ആവേണ്ടത് എന്ന് അദ്ദേഹം മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈ മൗലാന മൗദൂദിയുടെ ചിന്തയുടെ മറ്റൊരു ഭാഗമാണ് അറേബ്യൻ സമൂഹത്തിൻ്റെ സാഹചര്യത്തെ പോലും ശക്തമായി സ്വാധീനിച്ച മറ്റൊരു പദപ്രയോഗമാണ് ജാഹിലിയ കൺസെപ്റ്റ്. കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്, ഇസ്ലാം ഒരു പരിഹാരമാണ്, ഇസ്ലാം ഒരു ബദലാണ് എന്ന രീതിയിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയും വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്നത് ജാഹിലിയത്തിൻ്റെ, അതായത് ഹുക്കുമുൽ ജാഹിലിയ വിവിധ തരത്തിലുള്ള ജാഹിലി ഹുക്കുമുകളുടെ അതിന് ബദലായി ഇസ്ലാം വന്നതായി അദ്ദേഹം പറയുന്നു. തബറുജുൽ ജാഹിലിയ വിവിധ തരത്തിലുള്ള ഇമ്മോറൽ അസാൻമാർഗിക ജീവിത വ്യവസ്ഥയ്ക്ക് ബദലാണ് ഇസ്ലാം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഹമിയത്തുൽ ജാഹിലിയ വിവിധ തരത്തിലുള്ള വൈരാഗ്യം, ഡിസ്ക്രിമിനേഷൻ, കമ്മ്യൂണലിസം, സെക്ടേറിയനിസം അടങ്ങുന്ന വൈരാഗ്യവും വിരുദ്ധതയും ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകൾക്ക് ബദലാണ് ഇസ്ലാം എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്നുൽ ജാഹിലിയ ആധുനിക വിവിധ തരത്തിലുള്ള സാങ്കേതിക ശബ്ദങ്ങളും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ തോട്ടുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറം, ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ സംവിധാനങ്ങൾക്കും അപ്പുറം ഇസ്ലാം എന്നത് വളരെ സൊല്യൂഷൻ ബേസ്ഡായ ഊഹാപോഹങ്ങൾക്കപ്പുറം റിയാലിറ്റി ഹക്കുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇങ്ങനെ ജാഹിലിയത്തിന് പകരം ഇസ്ലാം സമർപ്പിക്കുന്ന ഇസ്ലാമും ജാഹിലിയത്തും എന്ന രചനയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ചിന്തയെ അറബ് നാടുകളിലേക്ക് പറിച്ചു നട്ട ആളാണ് സയ്യിദ് ഖുതുബ്. മഹാനായ ഷെയ്ഖ് ഹസനുൽ ബന്നയുടെ ആശയത്തിൽ ആകൃഷ്ടനായെന്ന അദ്ദേഹം പിന്നീട് ഇഖ്വാൻ മുസ്ലിമിൻ്റെ പ്രവർത്തനായി മാറുകയും എന്നാൽ മൗലാന മൗദൂദിയുടെ ചിന്തകളെ, ജാഹിലിയത്ത് എന്ന് പറയുന്ന ചിന്തയെ കൂടുതൽ അദ്ദേഹം അറബ് ഭാഗങ്ങളിലേക്ക്, അറബ് മുസ്ലിം ഭാഗത്തെ പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സൊസൈറ്റിയെ നിരൂപണം ചെയ്യുന്നതിലും ക്രിട്ടിക്കലായി നിരൂപണം ചെയ്യുന്നതിൽ കൂടുതൽ ഉപയോഗിച്ചതായും കാണുവാൻ കഴിയും. സയ്യിദ് ഖുതുബിൻ്റെ ചിന്തയിൽ അൽ അദാല ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സാമൂഹ്യ നീതിയെക്കുറിച്ചും ഭരണവ്യവസ്ഥയിൽ നീതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും ഒരുപോലെ സാധ്യത ഒരുക്കേണ്ട ആദ്യകാലത്ത് രണ്ട് രീതിയിലായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഒന്ന്, ഒരു പക്ക മുസ്ലിം സ്കോളർ എന്ന നിലയിൽ അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെ പദപ്രയോഗം അദ്ദേഹം സ്വീകരിച്ചതായി അദ്ദേഹത്തിൻ്റെ ആദ്യ ജീവിതഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്, പിന്നീട് നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുകയും ആ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക ചിന്തയെ
അപ്പുറം ദേശീയതയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ദേശീയതയിൽ ഒരു മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയും അവിടെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ ഭരണനിർവഹണ മേഖലയിലും വിദ്യാഭ്യാസ ക്രമങ്ങളിലുമുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച ആളാണ് അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെയാണ് ഇന്ന് നിലവിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് റാഷിദുൽ ഖന്നൂഷി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നേരത്തെ വിശദീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഡെമോക്രാറ്റിക് വാല്യൂസിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത്തഅദ്ദുദിയ സിയാസിയ പോലുള്ള പൊളിറ്റിക്കൽ പ്ലൂറലിസവുമായി ബന്ധപ്പെട്ട പുതിയ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ശരീഅത്ത് എന്നത് കൂടുതൽ ഡീമനൈസ് ചെയ്യപ്പെടുന്ന, പൈശാചികവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ശരീഅത്ത് എന്ന് പറയുന്നത് മനുഷ്യബന്ധിതമാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ വിൽ പവറിനെ അംഗീകരിക്കുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആധുനിക ലോകക്രമത്തിലും നടപ്പിലാക്കാൻ പറ്റുന്ന അപ്ലിക്കബിളായ നിയമവ്യവസ്ഥയാണ് ശരീഅത്ത് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന സംഭവങ്ങളായ ഷൂറയെ കൂടുതൽ പോപ്പുലറാക്കുന്നതിലും ഇന്ന് ഈജിപ്ഷ്യൻ തുനീഷ്യൻ ഭാഗങ്ങളിലും ബാക്കി ചുറ്റുപാടുമുള്ള മഗ്രിബി രാഷ്ട്രങ്ങളിലുമെല്ലാം ഈ വെസ്റ്റേൺ അറേബ്യൻ ഭാഗങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചിന്തയെ കൂടുതൽ ഷൂറയെ പോലുള്ള അതിനെ പൊളിറ്റിക്കൽ പ്ലൂറലിസം എന്ന് വിശദീകരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലുള്ള എല്ലാ സൊസൈറ്റിയിലുമുള്ള വിവിധരായ അഭിപ്രായ വ്യത്യാസമുള്ളവരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലൂറലിസം ഇസ്ലാമിന് മുന്നോട്ട് വെക്കുവാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിച്ച ആളാണ് റാഷിദുൽ ഖന്നൂഷി. ഇങ്ങനെ ഇസ്ലാമിക തിയറിയുടെ തുടക്കം മുതൽ ഇന്നുവരെയും ഒരു ഗ്രാജുവൽ ഗ്രോത്ത്, ഇസ്ലാമിക് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് കാലികമായി വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലത്തിൽ പറയുകയും അന്ന് അവിടെ തീരുകയും പിന്നീട് അതിനെ തക്രീർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇസ്ലാമിക് പൊളിറ്റിക്കൽ തിയറി. അതുകൊണ്ട് തന്നെയാണ് തിയോ ഡെമോക്രസി എന്ന് പറയുന്ന പദപ്രയോഗം പോലും ഡെമോക്രാറ്റിക് പ്രോസസ്സ് നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ അദ്ദേഹം മൗലാന മൗദൂദി പറയുന്നത്. അതുപോലെ തന്നെ പാർലമെന്ററി വ്യവസ്ഥ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് പൊളിറ്റിക്കൽ പ്ലൂറലിസത്തെക്കുറിച്ച് റാഷിദുൽ ഖന്നൂഷി സംസാരിക്കുന്നത്. സൽത്തനത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭരണകർത്താവിനോടുള്ള നസീഹത്ത് ആവശ്യമാണെന്ന രീതിയിൽ ഇമാം ഗസാലി നസീഹത്തുൽ മുലൂക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. നഗര കേന്ദ്രീകൃതമായ രാജ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഫാറാബി അൽ മദീനത്തുൽ ഫാവില്ല എന്ന രചന എഴുതുന്നതും ഷാവിർദ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി നഗര കേന്ദ്രീകൃതമായ പൊളിറ്റിക്കൽ ഫിലോസഫി വിശേഷിപ്പിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫി ഒരു തലത്തിൽ നിന്ന് പോയ മുരടിച്ചു പോയതല്ല, കാലികമായി വികസിക്കുന്ന പശ്ചാത്തലം ഇസ്ലാമിൻ്റെ എല്ലാ ചിന്തകളെയും പോലെ തന്നെ ഫ്ലെക്സിബിളായ ഇലാസ്റ്റികതയുള്ള ഒരു വ്യവസ്ഥയായിട്ടാണ് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫി നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ പൈതൃകവും നമ്മെ പഠിപ്പിക്കുന്നത്. മൗലാന മൗദൂദിയും റാഷിദുൽ ഖന്നൂഷിയും യൂസുൽ ഖർളാവിയും ഹസൻ തുറാബിയും അടക്കമുള്ള എല്ലാ ആധുനിക ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് എല്ലാം സ്വതന്ത്രമായ ചിന്ത മുന്നോട്ട് വെക്കുക എന്നതിൻ്റെ അപ്പുറം മുൻകാല പണ്ഡിതന്മാരുടെ ചിന്തയെ പിന്തുടരുകയും അതിനെ കാലികമായി വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്തത്. ഇങ്ങനെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ സുതാര്യതയും നീതിപൂർവമായ നടത്തിപ്പും അതിൻ്റെ ചർച്ചകളും കൂടുതൽ പഠിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.